ഇതുപോലെ ഇരട്ടപ്പേരുകൾ വീണ് കിട്ടിയിട്ടുള്ള ഒരു മുഖ്യമന്ത്രി കേരള ചരിത്രത്തിൽ ഉണ്ടാവില്ല. അയ്യോ അതെന്ത്? നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. വാ തുറന്നാൽ അപ്പോൾ തന്നെ അതൊരു ഇരട്ടപ്പേരായി മാറും. അങ്ങനെ എന്തെല്ലാം കാണാൻ കിടക്കുന്നു. ഏറ്റവും ഒടുവിൽ പിണറായി വിജയന് കിട്ടിയ ഇരട്ടപ്പേര് കെ ദാസൻ എന്നായിരുന്നു. വിജയനും വിജയൻ ഫാൻസും കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഇരട്ടച്ചങ്കൻ പോലും ഒരു കോമഡി പദമായി മാറുന്നതും നമ്മൾ കണ്ടു. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. ആ പട്ടികയിലേക്ക് ഇന്നലെ മുതൽ മറ്റൊരു ഇരട്ടപ്പേർ കൂടി വന്നിരിക്കുന്നു. മറ്റൊരു ഇരട്ടപ്പേർ കൂടി വന്നിരിക്കുന്നു. അന്നം മുടക്കി വിജയൻ. അന്നം മുടക്കി വിജയൻ. നീ ആരാണെന്ന് വയനാട്ടിലെ ഉരുൾപൊട്ട ദുരന്തത്തിന്റെ ഗുണഫലങ്ങളെല്ലാം തനിക്കും തന്റെ പിണിയാളുകൾക്കും കിട്ടണം എന്ന വാശിയിൽ സുമനസ്സുകൾ അവിടെ എത്തി നടത്തുന്ന രക്ഷാപ്രവർത്തനത്തിന് പാരവയ്ക്കാൻ മുഖ്യമന്ത്രിയും കൂട്ടരും രംഗത്തിറങ്ങിയതോടെയാണ്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. പട്ടിണി കിടക്കുകയാണ് മനുഷ്യരെന്ന് ഓർക്കണം. അവിടെ ഭക്ഷണം കഴിക്കാനില്ലാതെ വിഷമിക്കുകയാണ് ആളുകൾ. പക്ഷേ ആ കൊടുക്കുന്നതൊക്കെ പിണറായിയുടെ ലേബലിലായിരിക്കണം, അല്ലെങ്കിൽ കുഴപ്പമാകും എന്ന് വിശ്വസിക്കുന്നു. നാണമുണ്ടോ മിസ്റ്റർ വിജയൻ നിങ്ങൾക്ക് ഇങ്ങനെ അന്നം മുടക്കാൻ? നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ നീചന്മാരായി മാറുന്നത്? ഈ പഴയ അലവലായത്തരൊക്കെ ഇപ്പോഴും കൂടെ കൊണ്ടു നടക്കല്ലേ? എന്ത് ചെയ്യാനാ, അതെന്റെ തൊലിയുമായിട്ട് ഇഴുകി ചേർന്ന് പോയി. അവിടെ വേദന അനുഭവിക്കുന്ന മനുഷ്യർക്ക് ഭക്ഷണം കൊടുക്കണം. അവിടെ സേവനമനുഷ്ഠിക്കുന്ന സൈനികർക്കും പോലീസുകാർക്കും ഭക്ഷണം കൊടുക്കണം. രക്ഷാപ്രവർത്തകർക്കും കൊടുക്കണം. അതിന് നിങ്ങൾ എന്തിനാണ് തടസ്സം നിൽക്കുന്നത്? ഏത് സ്ഥാപനത്തിനും ചീത്തപ്പേരുണ്ടാക്കാൻ കച്ചകെട്ടി നടക്കുന്ന ചില ചെറ്റകളുണ്ടാവും. ഇവിടെയുണ്ട്. അതാ ഈ അവതാരം. ഇങ്ങനെയൊക്കെ ആവാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് കഴിയുന്നത്? ഡിവൈഎസ്പിമാർ അടക്കമുള്ള പോലീസുകാർ അവിടെ നിന്നാണ് കഴിച്ചത്. മാധ്യമ പ്രവർത്തകർ അവിടെ നിന്നാണ് കഴിച്ചത്. അവരൊക്കെ രക്ഷാദൌത്യത്തിന്റെ ഭാഗമാണ്. എന്നിട്ട് നിങ്ങൾക്ക് നാണമുണ്ടോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ? ഒരു ഗുണമില്ലാത്ത എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.